മൂത്തി ഏകദേശം 9 മണിയോട് കൂടി തന്നെ കുട്ടികളൊക്കെ എത്തിത്തുടങ്ങി. നമ്മളിപ്പോൾ കച്ചേരിപ്പടിയിലുള്ള സെന്റ് ആന്റണീസ് സ്കൂളിലാണ്. നമുക്ക് ഈ സീനിയർ ചേച്ചിമാരൊക്കെ ഈ അതവരുടെ ജൂനിയേഴ്സിനെയൊക്കെ വരവേൽക്കാനായിട്ട് ഇവിടെ സുന്ദരി കുട്ടികളായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നത് കാണാം. ചന്ദനക്കുറിയൊക്കെ ഉണ്ട്, പൂക്കളൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ്. ഒരു വശത്ത് രക്ഷിതാക്കളൊക്കെ നിൽക്കുന്നത് കാണാം. പിന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു, കുട്ടികളുടെ പ്രവേശനോത്സവം. പക്ഷെ അതിനായിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സും നന്നായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ എല്ലാവരും ഒരേ കളറുള്ള സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് ഇവരും നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 1-2 ദിവസത്തേക്ക് കുറച്ച് കഷ്ടപ്പാടല്ലേ? അതെ അതെ അതെ. ഒന്ന് മെരുക്കിയെടുക്കാൻ നമുക്ക് ഇച്ചിരി പാടുപെടും. കുഞ്ഞു പിള്ളേരല്ലേ, ആദ്യമായിട്ടൊക്കെ വന്നെയല്ലേ. അപ്പൊ നമുക്ക് ഈ പ്രവേശനോത്സവത്തിന് കുട്ടികളുടെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ കണ്ടു. ടീച്ചേഴ്സിന്റെ ഒരു തയ്യാറെടുപ്പ് എത്ര നാൾ തന്നെയായിരുന്നു? ഞങ്ങളുടെ 1 മാസം മുമ്പേ ഉണ്ടായിരുന്നു തയ്യാറെടുപ്പ്. ഇപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ വരാന്തയിൽ നിൽക്കുമ്പോൾ നമ്മളൊരു സിനിമയിലൊരു നമ്മുടെ ഇഷ്ട ചലച്ചിത്ര താരം പറയുന്ന പോലെ എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് പറയുന്ന പോലെ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ ക്ലാസ്സിലേക്ക് അങ്കത്തട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ കരയുന്ന കുട്ടികളുണ്ട്, സ്വാഭാവികം. അവർക്ക് ബലൂണുകളും ഈ കച്ചേരിപ്പടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ചില ബിരുദന്മാരൊക്കെ കരയുന്നുണ്ട്, നിർബന്ധം പിടിക്കുന്നു. പക്ഷെ അപ്പോഴും കയ്യിലെ പിയുടെയും ബലൂണിന്റെയും പിടി വിടുന്നുമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇപ്പോഴും ഉണ്ടോ കരയുന്നവർ? മൊത്തി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ കൺവിൻസിങ് സ്റ്റാർസ് ഒക്കെ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനു കരയുന്നേ? എങ്ങനെ കരയുന്നേ? നല്ല ബലൂണൊക്കെ കിട്ടിയില്ലേ? അമ്മ ഉണ്ട് അവിടെ, ഞാൻ കണ്ടായിരുന്നു അമ്മനെ. എന്തിനു കരയുന്നേ? അമ്മ ഉണ്ടെന്നെ കണ്ടു. അമ്മ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. കുഞ്ഞ് കരയാതിരിക്കുവാണെങ്കിൽ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞു. കരയാതിരിക്കില്ലേ? കുട്ടികളല്ലേ, അവരിങ്ങോട്ട് വരാന്ന് പറഞ്ഞു. കുഞ്ഞിന് ചോക്ലേറ്റ് വാങ്ങാൻ പോയേക്കുവാണ്. കരയില്ല കേട്ടോ, കുട്ടികളാവട്ടെ. സന്തോഷാണോ? ബലൂണൊക്കെ കിട്ടിയില്ല? മെഡിക്കൽ കുട്ടിയാണല്ലോ, സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നത്. സന്തോഷമായോ? കുറെ കൂട്ടുകാരെ പരിചയപ്പെട്ടോ? ഈ അടുത്തിരിക്കുന്ന കരയുന്ന കുട്ടികളുടെ പേരൊക്കെ ചോദിച്ചോ? ഇവിടെ കുറച്ച് പേരുണ്ട്. ഹൈ, നല്ല പി പി ഒക്കെ ആണല്ലോ, നല്ല പി പി ഒക്കെ ആണല്ലോ. ഇഷ്ടമായോ? കൂട്ടുകാരൊക്കെ ഇഷ്ടമായോ? ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായോ? പാട്ടൊക്കെ പഠിപ്പിച്ചോ? ഏത് പാട്ടാ പഠിപ്പിച്ചേ? അമ്മയുടെ അടുത്ത് പോണോ? അമ്മ എവിടെ ഉണ്ട്? ഞാൻ കണ്ടു. ബാഗൊക്കെ എടുത്ത് പോകാൻ റെഡിയായോ? നമുക്ക് ഗുഡ് ബോയ് ആവണ്ടേ? പഠിച്ച് ഗുഡ് ബോയ് ആവണ്ടേ? എന്തോ? അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടു. അമ്മ പറഞ്ഞു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വരാം. പിന്നെ പേരെന്നാന്ന് അറിയോ? എന്താണോ പേര് മനസ്സിലായില്ല. പക്ഷെ കുഞ്ഞ് കരയാതിരുന്നാൽ ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. അതിന്റെ പറയുന്ന പേര് ജെയ്ഡൻ എന്നാണെന്ന് തോന്നുന്നു. ആ പേര് പറയുന്ന സമയത്ത് ലേശം ഒരു കരച്ചിൽ മാറിയിട്ടുണ്ടായിരുന്നു. ജെയ്ഡൻ. തീർച്ചയായും എനിക്കിവിടെ എല്ലാവരുടെയും കരച്ചിൽ കാരണം ആ പേര് വ്യക്തമായില്ല എന്ന് മാത്രം. മനസ്സിലായത് ജെയ്ഡൻ എന്നാണ്. ഏതായാലും നല്ല ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ഇങ്ങനെ മിടുക്കനായിട്ടിരിക്കുമ്പോൾ കരഞ്ഞ് വെറുതെ കുളമാക്കല്ലേ എന്ന് പറയൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞുങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരുടെ തണലിൽ നിന്ന് മാറുമ്പോൾ ഉള്ളൊരു സംഘർഷഭരിതമാണ് ക്ലാസ് റൂം എന്ന് തോന്നുന്നു. ഒരാൾ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ളവർക്കും ഈ നിറഞ്ഞിരിക്കുന്ന സങ്കടം പൊട്ടിപ്പോകും എന്നാണ് വേറൊരു അവസ്ഥ. സ്നേഹ, തീർച്ചയായും ഓരോ കുട്ടികളൊക്കെ പറയുന്ന കേൾക്കാം, അമ്മ ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുന്നു. കണ്ണ് തെറ്റിയാൽ അമ്മമാർ ഓടുന്നു. പിന്നെ തുടങ്ങി കൂട്ട ബഹളം. ഇവിടെ നിൽക്കുമ്പോൾ അതെ, ഈ വരാന്തയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിലേക്കൊക്കെ കയറുമ്പോൾ കൂട്ട കരച്ചിലാണ്. പക്ഷേ ഈ കരച്ചിലൊക്കെ കണ്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ വളരെ ചിരിച്ചുകൊണ്ട് പോകുന്ന അമ്മമാരുണ്ട്. കാരണം ഈ രസകരമായൊരു കാലഘട്ടമാണ്. നമുക്കും ഒന്ന് തിരിച്ചു പോയിരുന്നെങ്കിൽ, ഇവരുടെ കൂടെ ഇരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഈ രക്ഷിതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ കുട്ടികളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ ആയമാരും ഇവിടുത്തെ ടീച്ചർമാരും ഒക്കെയാണ് ഇവരെ നോക്കുന്നത് അല്ലേ? ഈ 1-2 ദിവസത്തേക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരിക്കും. ഒരു 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. സാധാരണ ഇത്ര വർഷത്തെ പരിചയം വെച്ചൊരു സൈക്കോളജി ഒക്കെ വെച്ച് 2 ദിവസമേ കരച്ചിൽ ഉണ്ടാവും. 2 ദിവസത്തേക്ക് ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്കും ഒക്കെ ആവും. ഉച്ചവരെ ഈ ബഹളം കേൾക്കാം.
ഇന്നുണ്ടാവും, ഇന്ന് ഫുള്ളുണ്ടാവും. അത് കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ, അല്ലാത്ത കുട്ടികളൊക്കെ നോർമലായിട്ട് വന്നിരുന്നോളൂ. അവർക്ക് വേണ്ടി ടീച്ചർമാരുടെ ഒരു തയ്യാറെടുപ്പ്, കുറെ പാട്ടുകളൊക്കെ പഠിക്കണം, കഥകളൊക്കെ പഠിക്കണം. നിങ്ങളുടെ ഒരുക്കം ഒരു വലിയൊരു ഒരുക്കമായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഇത് എല്ലാ വർഷവും ചെയ്യുന്നതാണല്ലോ, കാരണം നമുക്ക് പ്രാക്ടീസ് ആണത്. കാരണം നല്ല ചുന്ദരി ഉടുപ്പൊക്കെ ആയിട്ട്, നല്ല ബലൂണൊക്കെ ആയിട്ട്, നല്ല കൊമ്പുള്ള ഹെയർ ബാൻഡ് ഒക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നാ കുഞ്ഞിന്റെ പേരെന്നാ? ഇഷ്ടാണോ സ്കൂളിൽ വരാൻ? ഇഷ്ടാണോ? ഇഷ്ടല്ല, അമ്മ നിർബന്ധിച്ചുകൊണ്ട് വിട്ടാണോ? ആണോ? ഇഷ്ടല്ല. പഠിക്കണ്ടേ? നമുക്ക് നല്ല കുട്ടിയായിട്ട് വളരണ്ടേ? നല്ല കൂട്ടുകാർ, ഇതാ നോക്ക്, നല്ല കൂട്ടുകാരെ. അവരൊക്കെ കരയണോ ചിരിക്കണോ എന്ന് രണ്ട് മനസ്സിലാണ് സ്നേഹ. ചിലപ്പോ ഒന്ന് കരയാനും മതി. ഒരു മഴയൊക്കെ വന്ന് നിറഞ്ഞ് മേഘം നിൽക്കും പോലെയുള്ള നിൽപ്പാണ്. ഉള്ളിൽ നിന്ന് വരാനൊരു കരച്ചിൽ അവിടെ എവിടെയോ തങ്ങി നിൽപ്പുണ്ട്.